നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഇഷാര ഗോൾഡിൽ അക്ഷയ തൃതീയ ആഘോഷങ്ങൾക്ക് തുടക്കം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചേക്കാം. സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ നിയമപരമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകാൻ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് അനുമതി നൽകി ഹൈക്കോടതി. വാൽപ്പാറയിൽ മലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനാപകടത്തിൽ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. കൊടകര ഇഷാര ഗോൾഡിൽ അക്ഷയ തൃതീയ ആഘോഷങ്ങൾക്ക് തുടക്കം. അക്ഷയ തൃതീയ ദിവസങ്ങളായ 18, 19, 20 ദിവസങ്ങളിൽ വമ്പൻ ഓഫറുകളാണ് ഇഷാര ഗോൾഡ് തൃപ്രയാർ കൊടകര ബ്രാഞ്ചുകളിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1000 രൂപയ്ക്ക് സ്വർണം ബുക്ക് ചെയ്തവർക്ക് ഈ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ അക്ഷയ തൃതീയ ദിവസങ്ങളായ 18, 19, 20 ദിവസങ്ങളിൽ സ്വർണ്ണക്കുറിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ 25% ഡിസ്കൗണ്ടോടുകൂടി കുറിയിൽ അംഗമാകാം. അടുത്ത അക്ഷയ തൃതീയ ദിനത്തിൽ കേരള, ബോംബെ, കേരള ബംഗാളി എന്നീ മോഡൽ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. എല്ലാ ഓഫറുകളും ഇഷാര MD സാഗർ പോട്ടേൽ വിശദീകരിച്ചു. PRO ഉബൈനു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും നമസ്കാരം. 2026 അക്ഷയ തൃതീയോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ഡയമണ്ട്സ് കസ്റ്റമേഴ്സിനായി പ്രത്യേക ആനുകൂല്യം നൽകിയിരിക്കുന്നു. ഏപ്രിൽ 18, 19, 20 തീയതികളിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തെരഞ്ഞെടുത്ത ആഭരണങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ 18, 19, 20 തീയതികളിൽ സുഭദ്രം സമ്പാദ്യ പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ആദ്യ നിരക്കിൽ 25% ഡിസ്കൗണ്ട് നൽകുന്നതാണ്. എല്ലാവർക്കും എൻ്റെയും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റ് സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ. എല്ലാ കസ്റ്റമേഴ്സിനും അക്ഷയ തൃതീയയുടെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും അക്ഷയ തൃതീയയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ കസ്റ്റമേഴ്സിനെയും ഇഷാര ഗോൾഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പണപ്പെരുപ്പത്തിന്റെ ആഘാതം നേരിടാൻ സഹായിക്കുന്നതിനായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന ശമ്പളത്തിലെ ക്രമീകരണമാണ് ഡിയർനെസ് അലവൻസ്. DA വർദ്ധിപ്പിക്കുന്നത് പ്രതിമാസ ശമ്പളത്തിൽ പ്രതിഫലിക്കും. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കി വർഷത്തിൽ 2 തവണ ജനുവരിയിലും ജൂലൈയിലും സാധാരണയായി DA പരിഷ്കരിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ DA പ്രഖ്യാപനം വൈകിയിരുന്നു. 8ാം ശമ്പള കമ്മീഷന് കീഴിൽ ശമ്പള ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന ജീവനക്കാരുടെ സംഘടനകളുടെ വ്യാപകമായ ആവശ്യങ്ങൾക്കിടയിലാണ് DA വർധനവിന് സർക്കാർ അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള DA അവസാനമായി പരിഷ്കരിച്ചത് ഒക്ടോബറിലാണ്. 55% നിന്ന് 58% അന്ന് ഉയർത്തിയിരുന്നത്. 2025 ജൂലൈ 1 മുതൽ
മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു. വർഷത്തിൽ 2 തവണയാണ് DA പരിഷ്കരിക്കുന്നത്. പുതിയ വർധനവോടെ DA 60% ഉയരും. 13,000 കോടി രൂപയുടെ സോവറിൻ മാരിടൈം ഫണ്ട് രൂപീകരിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്കും ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന കപ്പലുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നതാണ് ഈ ഫണ്ടിന്റെ ലക്ഷ്യം. ഇതിനു പുറമെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 2028 വരെ നീട്ടുന്നതിനും 3,000 കോടി രൂപ അധികമായി അനുവദിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി. KR വിൻസന്റെ രക്തസാക്ഷി ദിനത്തോടും സുജിത് KS 4ാം ഓർമ്മ ദിനത്തോടും അനുബന്ധിച്ച് DYFI കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് 3 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ബാലിക്കുളം ടർഫ് കോർട്ടിൽ നടന്ന മത്സരം DYFI ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് VJ വില്യംസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി NC വിഷ്ണു, പ്രസിഡന്റ് MS യദുകൃഷ്ണ, യൂണിറ്റ് സെക്രട്ടറി MS ജിത്തു, നന്ദന സുഭാഷ്, KS ശ്യാംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിൽ ബോധി കൊന്നക്കുഴി 1ാം സ്ഥാനവും ചൈത്രം KI 64 ചാലക്കുടി 2ാം സ്ഥാനവും നേടി. DYFIയുടെ ഏറ്റവും പ്രിയങ്കരനായ ധീരനായ സാക്ഷി സഖാവ് KR വിൻസെന്റിന്റെ 25ാമത് രക്തസാക്ഷി ദിനമാണ് കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി നമ്മൾ ആചരിച്ചത്. ധീരനായ സഖാവ് KR വിൻസെന്റ് ഈ നാടിനകത്ത് തൻ്റെ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് DYFIയുടെ ശുഭ്രപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് RSSന്റെ കാബാലികർ അദ്ദേഹത്തിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി 25 വർഷങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഒട്ടും പുറകോട്ട് പോവുകയില്ല. ഞങ്ങളും അദ്ദേഹത്തിന്റെ പാതയിലൂടെ തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിനകത്ത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളാണ് ഒന്ന് വർഗീയതയും മറ്റൊന്ന് നമ്മുടെ നാടിനകത്തെ നിരവധിയായ ലഹരിയുടെ ഉപയോഗങ്ങളും. കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാകും. ഒരു ചെറുപ്പക്കാരനെ മറ്റു 2 ചെറുപ്പക്കാർ ചേർന്ന് വളരെ നിസ്സാരമായ ഒരു കാരണത്തിന്റെ ഭാഗമായി വഴികരികിൽ വെച്ച് തല്ലിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നതാണ്. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചേക്കും. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യം. വിഷയത്തിൽ 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും. വില വർദ്ധിപ്പിക്കാൻ അനുമതി തേടി ബോർഡ് സർക്കാരിന് വീണ്ടും കത്ത് നൽകും. 3 വർഷമായി വില കൂട്ടിയിട്ടില്ല. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. പാലിന് ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യത്തിൽ ബോർഡ് ആസ്ഥാനത്തിന് മുമ്പിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം നടക്കുന്നത്. വില വർധനയിൽ തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് നടപടി. വില വർധന നടപ്പാക്കുന്നതിനായി ബോർഡ് നേരത്തെ നൽകിയ കത്തിന് വ്യക്തമായ മറുപടി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കൂടി ഭാഗമായാണ് മറുപടി വൈകിയത് എന്നാണ് ബോർഡ് ചെയർമാന്റെ നിലപാട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 600 രൂപയാണ് കൂടിയത്. 1 പവൻ സ്വർണത്തിന്റെ വില 1,14,240 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണ വിലയാണിത്. ഗ്രാമിന് ആനുപാതികമായി 75 രൂപയാണ് കൂടിയത്. 14,280 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുമെന്ന് പ്രതീക്ഷ നൽകി വീണ്ടും അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഏപ്രിൽ 19-ന് ഞായറാഴ്ചയാണ് അക്ഷയ തൃതീയ. സ്വർണ്ണവില ഇനിയും ഉയരും എന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായി സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് റെക്കോർഡ് സ്വർണ്ണവില. സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ നിയമപരമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകാൻ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് അനുമതി നൽകി ഹൈക്കോടതി. നഴ്സുമാർ പണിമുടക്കരുതെന്ന് നേരത്തെ നൽകിയ ഉത്തരവ് കോടതി നീക്കുകയും ചെയ്തു. നഴ്സുമാരും മാനേജ്മെന്റ് പ്രതിനിധികളും തമ്മിൽ നടന്ന മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ ഉത്തരവ്.
ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ പണിമുടക്കിയത്. തുടർന്ന് നഴ്സുമാർ പണിമുടക്ക് അവസാനിപ്പിക്കും എന്ന ധാരണയിൽ കോടതി മുമ്പ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ചില ആശുപത്രികളിൽ ഇപ്പോഴും സമരം തുടരുന്നതായി മാനേജ്മെന്റുകൾ കോടതിയെ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടതായും കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് സമരം ചെയ്യാനുള്ള വിലക്ക് നീക്കുന്നതായും മാനേജ്മെന്റുകൾക്ക് നിയമപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ അനുമതിയുണ്ടെന്നുമുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ആശുപത്രി സേവനങ്ങളെ അവശ്യ സേവനങ്ങളായി പ്രഖ്യാപിക്കണമെന്നും സമരങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം എന്നുമുള്ള ഹർജിക്കാരുടെ ആവശ്യങ്ങൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. വാൽപ്പാറയിൽ മലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനാപകടത്തിൽ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ വിയോഗം നാടിനാകെ നികത്താനാകാത്ത നഷ്ടമാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. വാഹനാപകടത്തിൽ കോയമ്പത്തൂർ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ നടപടികളും കൈക്കൊണ്ടുവരികയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ ആകുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. വേണ്ട സഹായങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ച വാഹനമാണ് വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഇതുവരെ 9 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ഡ്രൈവർ ഉൾപ്പെടെ ബാക്കിയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മരിച്ചവരിൽ 7 പേർ സ്ത്രീകളാണ്. ഒരു പുരുഷനും 12 വയസ്സുകാരനുമാണ് മരിച്ച മറ്റുള്ളവർ. പരിക്കേറ്റവർ പൊള്ളാച്ചിയിലെയും കോയമ്പത്തൂരിലെയും ആശുപത്രികളിൽ ചികിത്സയിലാണ്. വാൽപ്പാറയിലേക്കുള്ള 9ാം ഹെയർപിൻ വളവിലാണ് മലപ്പുറം പാങ്ങിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയ അധ്യാപകർ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ച ട്രാവലർ വാഹനം മറിഞ്ഞത്. വാഹനം പൂർണ്ണമായി തകർന്നു. 13ാം ഹെയർപിൻ വളവിൽ നിന്ന് വാഹനം 11ാം വളവിലേക്ക് മറിയുകയായിരുന്നു. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന കുർബാനയ്ക്കും പ്രസുതേന്തി വാഴ്ചയ്ക്കും നൊവേനയ്ക്കും നേർച്ചപ്പന്തലിലേക്ക് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിനും ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ആന്റു ആലപ്പാടൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വീടുകളിലേക്ക് അമ്പുപ്രദക്ഷിണം നടന്നു. പരിപാടികൾക്ക് തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്, സഹവികാരിമാരായ ടോം പുള്ളോലി, ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ചായ്പുകുഴി മൃഗാശുപത്രി ജംഗ്ഷനിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം KSRTC ബസ് ഇടിച്ചു തകർത്തു. 2 വർഷം മുൻപ് ഇതേ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ലോറി ഇടിച്ചു തകർന്നിരുന്നു. കുറ്റിച്ചിറ മോഡൽ RPS സ്പോൺസർ ചെയ്ത് കാത്തിരിപ്പ് കേന്ദ്രം നന്നാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് KSRTC ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അപകടം സംഭവിക്കാൻ ഇടവന്നതെന്ന് നാട്ടുകാരും യാത്രക്കാരും ആരോപിക്കുന്നു. 2 അപകടങ്ങളിലും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആളില്ലാതിരുന്നത് തുണയായി. മാമ്പ്ര വടക്കൻ ചാക്കുഭാര്യ മേരി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നോർത്ത് ചാലക്കുടി വാഗപ്പറമ്പിൽ വർദ്ദുട്ടി ഭാര്യ അന്നം നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11:30 നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഇഷാര ഗോൾഡിൽ അക്ഷയ തൃതീയ ആഘോഷങ്ങൾക്ക് തുടക്കം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചേക്കാം.
സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ നിയമപരമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകാൻ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് അനുമതി നൽകി ഹൈക്കോടതി. വാൽപ്പാറയിൽ മലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനാപകടത്തിൽ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.